ഞാൻ നിങ്ങളോട് ഒരു കഥ പറയാം. ഇത് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആഷിഖ് നേരിട്ട ഒരനുഭവമാണ്. വർഷങ്ങൾക്ക് മുൻപാണ് ഇത് നടന്നതെങ്കിലും ഇന്നും ആഷിഖ് അതിനെക്കുറിച്ച് പറയുമ്പോൾ അവന്റെ കണ്ണുകളിൽ ഒരുതരം ഭയം നിറയും. നിങ്ങൾക്കറിയാമല്ലോ, കോഴിക്കോട് ബീച്ച് പകൽ സമയത്തും വൈകുന്നേരങ്ങളിലും തിരക്കോട് തിരക്കാണ്. പക്ഷേ പാതിരാത്രിയിൽ നഗരമുറങ്ങുമ്പോൾ ആ ബീച്ചിന് ഒരു പ്രത്യേകതരം നിശബ്ദതയുണ്ട്, ഒരുതരം ഭീകരമായ സൗന്ദര്യം. ഒരു വേനൽക്കാല രാത്രി ആഷിഖ് അവന്റെ സുഹൃത്തുക്കളോടൊപ്പം ബീച്ചിനടുത്തുള്ള ഒരു കഫേയിൽ നിന്ന് ഇറങ്ങുമ്പോൾ സമയം പാതിരാത്രി കഴിഞ്ഞിരുന്നു. സാധാരണയായി അവർ അത്ര വൈകാറില്ല, പക്ഷേ അന്ന് സംസാരിച്ച് സമയം പോയതറിഞ്ഞില്ല. സുഹൃത്തുക്കൾ അവരവരുടെ വഴിക്കായി പിരിഞ്ഞപ്പോൾ ആഷിഖിന് ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോകാൻ തോന്നിയില്ല. വീട്ടിലെത്തിയിട്ട് ഉറക്കം വരാൻ സാധ്യതയില്ലെന്ന് മനസ്സിലാക്കിയ അവൻ കുറച്ചുനേരം ബീച്ചിലൂടെ നടക്കാമെന്ന് തീരുമാനിച്ചു. കടൽക്കാറ്റേറ്റ് കുറച്ചു സമയം നടന്നാൽ ഉറക്കം വരുമെന്ന് അവൻ കരുതി. ബീച്ചിലപ്പോൾ ആരുമുണ്ടായിരുന്നില്ല. കടൽഭിത്തിയിൽ തട്ടിച്ചിതറുന്ന തിരമാലകളുടെ ശബ്ദം മാത്രം. ദൂരെ മീൻപിടുത്ത ബോട്ടുകളിലെ മങ്ങിയ വെളിച്ചം മാത്രം കാണാം. ആഷിഖ് അവന്റെ ഷൂസ് ഊരി കൈയിലെടുത്തു. തണുത്ത മണലിൽ അവന്റെ പാദങ്ങൾ പതിപ്പിച്ച് അവൻ സാവധാനം നടന്നു. അവന്റെ മനസ്സിൽ യാതൊരു ഭയവുമില്ലായിരുന്നു. പ്രകൃതിയുടെ ശാന്തമായ സൗന്ദര്യം ആസ്വദിച്ച് അവൻ മുന്നോട്ട് നടന്നു. അവൻ കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോൾ കടൽഭിത്തിയുടെ സമീപം വെളിച്ചം കുറഞ്ഞ ഒരിടത്ത് ഒരു രൂപം കണ്ടു. ഒരു സ്ത്രീ രൂപമാണെന്ന് അവന് തോന്നി. വെളുത്ത വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ. അവൾ കടലിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. ഇത്ര രാത്രിയിൽ ഇവിടെയാര് എന്ന ചിന്ത അവന്റെ മനസ്സിലൂടെ കടന്നുപോയി. ആരെങ്കിലും ആത്മഹത്യ ചെയ്യാൻ വന്നതാകുമോ എന്നൊരു നിമിഷം അവൻ ഭയപ്പെട്ടു. അവൻ ശ്രദ്ധയോടെ അങ്ങോട്ട് നടന്നു. അവൻ അടുത്തേക്ക് ചെന്നപ്പോൾ കണ്ടു, അവൾ കറുത്ത നീണ്ട മുടിയുള്ള മെലിഞ്ഞ ഒരു സ്ത്രീയായിരുന്നു. പക്ഷേ അവളുടെ മുഖം അവന് വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. അവൾ തിരിഞ്ഞു നിൽക്കുകയായിരുന്നു. ആഷിഖ് പതിയെ അവളുടെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, ആരെയും കാണുന്നില്ലല്ലോ, എന്തുപറ്റി? അവൾ പ്രതികരിച്ചില്ല. അപ്പോഴും കടലിലേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ആഷിഖ് വീണ്ടും വിളിച്ചു, അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കാം. അവൾ പെട്ടെന്ന് അവന്റെ നേർക്ക് തിരിഞ്ഞു. ആഷിഖ് ഞെട്ടിവിറച്ചുപോയി. അവളുടെ മുഖം പൂർണ്ണമായും ഇരുട്ടിലായിരുന്നു. കണ്ണുകളോ മൂക്കോ വായയോ ഒന്നും അവന് കാണാൻ കഴിഞ്ഞില്ല. ഒരു ശൂന്യത മാത്രം. അവളെ കണ്ടിട്ട് മനുഷ്യനാണെന്ന് തോന്നിയതുമില്ല. ഒരു നിമിഷം അവന്റെ ഹൃദയമിടിപ്പ് നിലച്ചുവെന്ന് അവന് തോന്നി. ആഷിഖ് പേടിച്ച് പിറകോട്ട് കാലെടുത്തുവച്ചു. അവൾ പതിയെ അവനടുത്തേക്ക് നടന്നു തുടങ്ങി. അവളുടെ പാദങ്ങൾ മണലിൽ സ്പർശിക്കാതെ ചൂഴികളിലൂടെ ഒഴുകി നീങ്ങുന്നതുപോലെ അവന് തോന്നി. അവളുടെ അടുത്തെത്തുംതോറും വല്ലാത്തൊരു തണുപ്പ് അവനെ പൊതിഞ്ഞു. അത് അസ്ഥിമരവിപ്പിക്കുന്ന ഒരു തണുപ്പായിരുന്നു. ആഷിഖ് പിന്നോട്ട് നടന്നു. അവൾ മുന്നോട്ടു വരുന്നു. ഒരു നിമിഷം അവൻ ഓടാൻ തീരുമാനിച്ചു. അവൻ തിരിഞ്ഞ് ഓടാൻ തുടങ്ങിയതും അവന്റെ ചെവിയിൽ ഒരു വിലാപഗാനം മുഴങ്ങി. അതൊരു സ്ത്രീയുടെ ശബ്ദമായിരുന്നു. ദുഃഖം നിറഞ്ഞ, ഹൃദയം നുറുങ്ങുന്ന ഒരു പാട്ട്. ആ ശബ്ദം അവന്റെ തലച്ചോറിലേക്ക് തുളച്ചുകയറുന്നതുപോലെ അവന് തോന്നി. അവൻ ശ്വാസം കിട്ടാതെ ഓടി. കാലുകൾ മണലിൽ താഴ്ന്നുപോയി. അവൻ തിരിഞ്ഞുനോക്കി. ആ വെളുത്ത രൂപം അവന്റെ തൊട്ടുപിന്നിലായി ഒഴുകിവരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ ശ്രദ്ധിച്ചു, അവളുടെ കൈയിൽ ഒരു മങ്ങിയ വെളിച്ചമുണ്ടായിരുന്നു. ഒരുപക്ഷേ ഒരു പഴയകാല റാന്തൽ വിളക്കായിരുന്നിരിക്കാം. പക്ഷേ അതവന് വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. ആ റാന്തലിന്റെ വെളിച്ചം അവളുടെ നിഴൽ രൂപത്തിൽ ഒരു ദുരൂഹത നൽകി. അവന്റെ പേടി ഇരട്ടിച്ചു. അവനൊരു ഭ്രാന്തനെപ്പോലെ ഓട്ടി. ആളുകൾ കൂടുന്ന സ്ഥലത്തേക്ക് എത്താൻ അവൻ ആഗ്രഹിച്ചു. ആ രൂപം അവനെ പിന്തുടർന്നു ഓടുന്നുണ്ടായിരുന്നു. അവളുടെ വിലാപഗാനം അവന്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഒടുവിൽ ദൂരെ ബീച്ച് റോഡിലെ തെരുവുവിളക്കുകൾ കണ്ടപ്പോൾ അവനൊരു ആശ്വാസം തോന്നി. അവൻ തന്റെ സർവ്വശക്തിയുമെടുത്ത് ഓട്ടി റോഡിലെത്തി. തിരിഞ്ഞു നോക്കിയപ്പോൾ ആ രൂപം അവിടെയില്ല. അവൾ അപ്രത്യക്ഷയായിരുന്നു. റാന്തൽ വെളിച്ചത്തിന്റെ മങ്ങിയ തിളക്കവും വിലാപഗാനവും നിലച്ചു. അന്ന് രാത്രി ആഷിഖ് വീട്ടിലെത്തിയിട്ടും ഉറങ്ങിയില്ല. ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ അവൻ എന്നെ വിളിച്ചുവരുത്തി നടന്നതെല്ലാം വിശദമായി പറഞ്ഞു. അവന്റെ മുഖത്തെ ഭയം കണ്ടപ്പോൾ എനിക്ക് ആ വാക്കുകൾ വിശ്വസിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അവന്റെ കൈയിൽ ആ തണുത്ത സ്പർശനത്തിന്റെ നേരിയ ചുവന്ന പാടുപോലെ കണ്ടു. പക്ഷേ അത് അവനൊഴികെ മറ്റാരും കണ്ടിട്ടില്ല. കോഴിക്കോട് ബീച്ചിൽ എവിടെയോ ഒരു ദുരന്ത മരണം സംഭവിച്ച ഒരു സ്ത്രീയുടെ ആത്മാവായിരിക്കുമോ അത്? ഒരുപക്ഷേ പ്രണയനൈരാശ്യം കൊണ്ടോ മറ്റെന്തെങ്കിലും ദുരൂഹതകൾ കൊണ്ടോ ജീവൻ വെടിഞ്ഞ ഒരു നിർഭാഗ്യവതിയായ ആത്മാവ്. അതോ ആഷിഖിന്റെ തോന്നലായിരുന്നോ അത്? ആർക്കറിയാം. പക്ഷേ ആഷിഖ് പിന്നീട് ഒറ്റയ്ക്ക് കോഴിക്കോട് ബീച്ചിൽ പോകാറുണ്ടായിരുന്നില്ല. ഇന്നും ആ പാതിരാത്രിയിലെ അനുഭവം അവന്റെ ജീവിതത്തിലെ ഒരു പേടിസ്വപ്നമായി അവശേഷിക്കുന്നു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇത്തരം അനുഭവങ്ങൾ കേൾക്കുന്നത് നിങ്ങൾക്ക് ഭയമാണോ അതോ കൗതുകമാണോ?